എല്ലാവർക്കും ജാസൽ ടെക്സ് ആൻഡ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ്. സാധാരണ ടെക്സ് വീഡിയോ ഒന്നുമല്ല. നമ്മൾ ഇന്ന് മേഡ് ചെയ്യാൻ പോകുന്നത് ഒരു കാന്താരി മലപ്പുറം കാന്താരി ഷവായ ചിക്കനാണ് പ്രത്യേകിച്ച് വരുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. നമ്മൾ ഹോട്ടലിൽ വാങ്ങുന്ന ഷവായ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, സെറ്റ് സാധനമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കഴിഞ്ഞ് ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ എന്ത് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്നത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ കുടുംബക്കാർക്കും അതേപോലെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതേപോലെ എൻ്റെ കസിനായ കുഞ്ഞുകാക്ക ഞാൻ ഹെൽപ്പിന് കൂട്ടിയിട്ടുണ്ട്. ഇന്ന് കുഞ്ഞുകാക്കൻ്റെ കൂടി സ്പെഷ്യലാണ്. ഞങ്ങളെ കോഴി ഒന്ന് കേക്ക് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്സൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് കേക്ക് കൊടുക്കാം. ഇതിനുള്ളിൽ ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഓരോ വരകൾ ഇങ്ങനെ ഇടുക, ഇങ്ങനെ രണ്ട് സൈഡിലും ഇടുക. ഓക്കെ, അതേപോലെ അല്ലേ? ആ മസാല നമ്മൾ നല്ലോണം പിടിച്ചെടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഇതിന്റെ മസാലന്റെ സെക്ഷൻ ഒക്കെ നോക്കാം. മക്കളെ ഇങ്ങോട്ട് നോക്കിയോളി, കാന്താരി മുളകാണ് ഈ കിടക്കണേ. ഈ കാന്താരി ഷവായ നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പൊ തന്നെ അതിന്റെ മെയിൻ ഇങ്ങോട്ട് ഇങ്ങനെ കണ്ണിനോട് വെള്ളം വരൂട്ടാ. ഇത് നമ്മളെ സാൾട്ടാണ്, ഉപ്പ് ഇതിന്റെ മെയിൻ കേട്ടോ. ഇത് നമ്മളെ കാശ്മീരി ചില്ലിയാണ്. പക്ഷെ ഇത് നമ്മളെ എരിവിന് വേണ്ടി ആഡ് ചെയ്യല്ല കേട്ടോ. എരിവ് നമ്മളെ മെയിൻ കാന്താരി മുളകാണ്. ഇതിന്റെ ഒരു കളറിന്. ഇത് നമ്മളെ മഞ്ഞപ്പൊടി, ഇതൊക്കെ കളറിനാട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെട്ടിയിട്ടിട്ടേ. നമ്മളെ ഗരം മസാല ഇട്ടാ, ഗരം മസാല ഒരു ടീസ്പൂണിന്റെ. ഇത് നമ്മളെ കരിവേപ്പിലയും നമ്മളെ നാടൻ മല്ലിച്ചപ്പൂ. ഇതങ്ങോട്ട് മണത്താല് തലണ്ട് കറങ്ങോട്ടോ, അത് മണക്കാൻ നിൽക്കണ്ടേ. നമ്മളെ വെളുത്തുള്ളി ഇട്ടത്, വെളുത്തുള്ളി നമ്മളിനി ഓരോന്നായിട്ട് ആഡ് ചെയ്യട്ടാ. ഇഞ്ചി നമ്മള് ഫുള്ളെടുത്തിന് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യേ, ഫുള്ള് ഇടണേ. പിന്നെ നമുക്ക് ഗരം മസാല ഇതും ഫുള്ളാക്കണേ. നമ്മളെ മെയിൻ കാന്താരി മുളക് ഇതാ, ഇതും ഫുള്ളിടാ. പിന്നെതാ ഇതൊക്കെ നമുക്ക് ഓരോ സ്പൂണിച്ച മതിട്ടോ. ഓവറായാലേ ഒരു ഉപ്പ് ഒരു സ്പൂണ്, മഞ്ഞപ്പൊടി ഒരു സ്പൂണ്, കറിവേപ്പില ഒരു 3 അതല്ല കേട്ടോ. പിന്നെ നമ്മളെ ഇല മതിട്ടാ. നമ്മളെ പേര് നാടൻ മല്ലിച്ചപ്പ്. ഓക്കെ, പിന്നെ നമുക്ക് തന്നെ അടിക്കുക. നമ്മളിത് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതാ നമ്മളെ വിനേഗർ, ആ വിനേഗർ നമ്മളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സംഭവം കിടക്കും. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇനി ഇതൊന്ന് മിക്സിയിലിട്ടണ്ട അരക്കാം. നമുക്ക് മസാല എല്ലാം ഇതിലേക്ക് ഇടട്ടോ. ഓരോ മേത്തേക്ക് ഇങ്ങനെ ആക്കാം. നമ്മളെ കൈമ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ആക്കുക, കാരണം നമ്മളെ കൈ ചുട്ടത്തായിരിക്കാനാണ്. എന്നിട്ട് നമ്മളെ കൗത്തും കൊണ്ട് പിടിച്ചിട്ട് 2 കിളുമ്പലും കൊണ്ട് കിളുമ്പിയാലേ സാധനം കൊണ്ട് സെറ്റായി കൊണ്ട് കിട്ടും. എല്ലായിടത്തും മസാല ഇങ്ങോട്ട് ആക്കുക. നമ്മൾ നേരത്തെ കീറി തന്നെതാ മസാല ഒക്കെ ഇങ്ങനെ ഉള്ളിലാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയാണ് ബാക്ക് സൈഡിൽ കീറിയത്. ഈ പൊസിഷനൊക്കെ കണ്ടില്ലേ. നമ്മളിതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചാണ് ആക്കിയാണ്ട് കൊടുക്കന്നെ, ടേസ്റ്റ് കൊണ്ട് വരട്ടെ. എന്നാലേ നമ്മളെ മസാല ഒക്കെ എല്ലായിടത്തും എത്തി കേട്ടോ മക്കളെ. നമുക്കൊരു 3 മണിക്കൂർ കൊണ്ട് എടുത്ത് വെച്ചാലോ.
എത്ര മണിക്കൂർ 6 മണിക്കൂർ വെക്കാം. എത്ര ടൈം എടുക്കണോ അതോ എത്ര നല്ലതാണ് മസാല ആയാലും പ്രശ്നമാണ്. ഒരു പാക ടൈം ആക്കി വെക്കണം. നമുക്ക് ഈ ചിക്കൻക്ക് കുറച്ച് റെസ്റ്റാണ് കൊടുക്കുക. നമുക്കിത് ഓവനിൻ്റെ ഉള്ളിൽ കയറ്റണ്ടേ. അപ്പോൾ ഇതങ്ങോട്ട് ഊരുക. കോഴിൻ്റെ ഇതിലൂടെ അങ്ങോട്ട് കയറ്റിയിട്ട് ഇവിടെ കൊണ്ട് പുറത്ത് കയറ്റുക. നല്ല പ്രസ് ചെയ്തിട്ട് ഇതാ കയറ്റുക കേട്ടോ. നമ്മൾ ഈ ഭാഗമല്ലേ അത് ഇതിലൂടെ കയറ്റുക. നമ്മളെ ഈ ചിക്കൻ്റെ ഷവായ ആക്കാൻ പോകുന്ന നമ്മൾ ചിക്കൻ്റെ ഇവിടെ ഈ കയ്യും അതേപോലെ ഈ കാലും ഇവിടെ വെച്ച് ഇങ്ങനെ കെട്ടാൻ പോവാണ്. അപ്പം ആദ്യം കൈയാണ് കെട്ടുന്നത്. നമ്മളെ കൈ കെട്ടിയിട്ടുണ്ട്. കൈ നമ്മൾ കെട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ കാല് വന്ന് കെട്ടി കൊടുക്കാണ്. പാവാണ്, ഇങ്ങനെ കാണാൻ പാടില്ലല്ലേ. ഇതിങ്ങനെ കാണുമ്പോ കെട്ടി ചൂടാൻ തോന്നൂലേ. നമ്മളെ കുഞ്ഞാക്കന്റെ മലപ്പുറം കാന്താരി ഷവായ ചിക്കൻ നമ്മള് ഓവനിലേക്ക് ഒന്ന് വെക്കുകയാണ് കേട്ടോ. നമ്മളെ ഓവന് പ്രീഹീറ്റ് ചെയ്തിരുന്നു. നമ്മളെ ഓവൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കാന്താരി ഷവായ ചിക്കൻ വെച്ചു. നമ്മൾ ഇതിന്റെ മോഡ്സും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ടൈമർ വെച്ച് 60 ആണ്, അതായത് 1 hour. അതേപോലെ നമ്മളെ മോഡ് മാറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ കറങ്ങണ മോഡാക്കി കൊടുക്കുക. കണ്ടില്ലേ നമ്മളെ ചിക്കൻ, നമ്മളെ ഷവായ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ വെക്കുന്നത് 250 ആണ്. ഏറ്റവും കൂടിയ ടെമ്പറേച്ചറാണ്. അതുപോലെ 1 hour. അതേപോലെ നമ്മൾ ഒരു സെക്ഷൻ ഇട്ടുണ്ട്. ഞാൻ അവിടെ നിന്നാണ് അടിപൊളിയായിട്ട് അത് വർക്ക് ചെയ്തോളൂ. നമ്മളിനി ഓവൻ്റെ സ്വിച്ച് ഓഫ് ആക്കുകയാണ്. നമ്മൾ എടുക്കുക. നല്ല ഹോട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇനി വെച്ച് കഴിഞ്ഞ് നമ്മുടെ ഷവായ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ക്ലിപ്പൊക്കെ റിമൂവ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ഹോട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഹോട്ട് മാറിയിട്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ ശീല കസ്റ്റോടൊക്കെ പിടിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് അവിടെ ഈ സ്ക്രൂ ഒന്ന് ലൂസായി കൊടുക്കുകയാണ്. ശേഷം നമുക്കവിടെ ഒന്ന് പിടിച്ചതിന് ശേഷം സ്ക്രൂ ലൂസാക്കുക. ഒരു സൈഡിൽ ലൂസാക്കിയാൽ കിട്ടും, അവിടെ ലൂസാക്കണ്ടേ. നമ്മൾ ഒന്നൊരു സുഖമാണ് പറ്റുക ചെയ്യാം. അങ്ങനെ പിടിച്ചതിന് ശേഷം വണ്ടി ഒന്ന് ഇങ്ങനെ പിടിച്ച് കൊടുക്കുക. കുത്തിരിക്കണത് കുത്തിരിക്കണ്ട്. തല പൊടിയും. അങ്ങനെ ഇതാണ് ഇട്ട നമ്മളെ മലപ്പുറം കാന്താരി ഷവായ ചിക്കൻ. അടിപൊളിയിലോട്ട് തന്നെ സെറ്റ് അടിപൊളി പീസാണ്. എന്റെ മോനെ പൊളി. നമ്മളെ കാന്താരി ഷവായ ഇവിടെ അടിപൊളി, മലപ്പുറം കാന്താരി ഷവായ ഇവിടെ അടിപൊളിയായിട്ട് കിടുക്കായിട്ടാണ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ മാത്രമാണ്. അപ്പം നമ്മളിത് ചെറിയൊരു പീസ് ഉള്ളിൽ എടുക്കണം. നല്ല മന്ദിരം കേട്ടോ, പൊളി കേട്ടോ. ചൂട് നല്ല ചൂടാണ്. ഇതാകത്തില്ലേ, നല്ല സെറ്റാട്ടോ സംഭവം. അത് ബ്രോസ്റ്റ് നമ്മൾ കുഞ്ഞാക്ക ചെറിയൊരു പീസ് വെച്ചാണ്. നമ്മള് വിചാരിച്ചേക്കാൾ പൊളി സാധനമായി കണ്ടോ. നാളെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കും നിങ്ങള്. ഇതൊക്കെ ഹോം മെയ്ഡാണ് കേട്ടോ. കുബൂസും മയോണൈസും സോസും ഒക്കെ ഹോം മെയ്ഡാണ്. നമ്മൾ ഹോം മെയ്ഡ് ചെയ്തിട്ടാണ്. ഷവായ ഉണ്ടോ, കാന്താരി ഷവായ ചെറിയൊരു പീസാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതേപോലെ കുബൂസും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. സംഭവം അടിപൊളിയാട്ടോ. നമുക്ക് അങ്ങനെ വെച്ചോക്കാം. ഇങ്ങോട്ട് കാന്താരി ഷവായ സൂപ്പർ തന്നെ, അടിപൊളിയാണ്. വേറെ ഒന്നുമില്ല, സെറ്റാലേ. ഇന്നത്തെ നമ്മളെ കുഞ്ഞുകാക്കന്റെ മലപ്പുറം കാന്താരി ഷവായ ചിക്കൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ക്യാമറ പിടിച്ചിരിക്കുകയാണ് കുഞ്ഞാക്കാം. അപ്പോൾ
അപ്പോൾ ഇതിന്റെ മെയിൻ പ്രത്യേകത തന്നെ നമ്മുടെ ഷവായ ചിക്കൻ്റെ മെയിൻ പ്രത്യേകത തന്നെ കാന്താരിയാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ എന്താ കൂടെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് വെക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ്റെ അവിടെ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരും. അപ്പോൾ അതേപോലെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം.